ഇപ്പോൾ കൊച്ചിയിൽ മഴയില്ല. ഏകദേശം 6 മണിക്കൂറായിട്ട് കൊച്ചിയിൽ മഴയില്ല. പക്ഷേ ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിലെ വി ആർ തങ്കപ്പൻ റോഡാണ്. ഈ ഭാഗത്ത് ഇന്നലെ ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ വെള്ളം, ഇല്ലേ? 1 മീറ്റർ ഉയരത്തിൽ വെള്ളം, മീറ്ററിന് കൂടുതലുണ്ട്. 1 മീറ്റർ ഉയരത്തിൽ 1 മീറ്ററിന് മേലെ ഉണ്ട്. ഏകദേശം ഒരാൾക്ക് നടന്നു പോകാൻ പറ്റില്ല, അത്രയും പൊക്കത്തിൽ വെള്ളമാണ്. പക്ഷേ ഇപ്പോൾ പണ്ട് 1 മണിക്കൂർ കൊണ്ട് വെള്ളം കുറയും, ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് കുറയില്ല. ഏകദേശം 6 മണിക്കൂറായിട്ട് മഴയില്ല. ഇല്ല. വെള്ളം ഇങ്ങനെ കിടക്കുക, വലിക്കല്ല. മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കി. ഇതൊരു ഫാമല്ലേ? അതെ, ഫാമാണ്. 8 പശുക്കളുണ്ടായിരുന്നു. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിനൊക്കെ ഈ വെള്ളം മുങ്ങുമ്പോൾ ഇതേപോലെ മാറ്റലും പല സ്ഥലത്തേക്കും കൊണ്ടുപോയി പൊക്കത്തേക്ക് മാറ്റും. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ ഇല്ല. ഇത് ആദ്യമായിട്ടാണ്. വെള്ളം ഉണ്ടാവും, പക്ഷെ ഇത്രയും വെള്ളം ഉണ്ടാകുകയില്ല. വെള്ളം വലിക്കും, പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് വലിയും. പക്ഷെ ഇത് 2 പ്രാവശ്യമായിട്ട് ഇത് തന്നെ പണി. ഈ വീടുകളിലൊക്കെ ചേട്ടൻ വിളിച്ചു നോക്കുമ്പോൾ ആരും ഇല്ലല്ലേ? ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ പോയെന്നറിയില്ല. ഒന്നത് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ ഇന്നലെ ഇതൊന്നുമല്ല വെള്ളം, അതിൻ്റെ അകത്ത് കയറി വെള്ളം. ഇതിൽ കൂടുതൽ വെള്ളം അകത്ത് കയറി. പക്ഷെ ടൈറ്റ് സെറ്റാ, പക്ഷേ ഭയങ്കര ടൈറ്റ് സെറ്റോ. മൊബൈല് വീട്ടിലിരിക്കുന്നു, അത് കാരണം ഈ ഭാഗത്ത് കറണ്ടും ഇല്ല. കറണ്ട് ഒന്നുമില്ല. ആൾക്കാരൊക്കെ വീടുകളിലില്ല, അവരൊക്കെ ഇവരൊക്കെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിക്കാണ്. ഇവിടെയും ഇല്ല ആൾക്കാർ. നമ്മൾ തന്നെ വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെ വരെ വെള്ളം, പുറത്തോട്ട് ഇറങ്ങാൻ. രാത്രി ഉറങ്ങിയിരുന്നോ? എവിടെ കിടക്കാൻ, കറണ്ടും ഇല്ല. എത്ര ദിവസമായി കറണ്ട് മഴ ചെയ്താൽ അപ്പം പോവും. സ്ഥിരം പരിപാടിയാണ്. പക്ഷെ അത് വെള്ളം മുങ്ങുമ്പോൾ അവർ ഓഫ് ചെയ്ത് കളയും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് പുറത്തിറങ്ങണ്ട. ഒന്ന് കടയിൽ പോയി, ഇന്നലെ മരുന്നും കൂടെ മേടിക്കാൻ പറ്റില്ല, അത്രയും ഇതാണ്. രോഗികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ? ഉണ്ട്. വണ്ടി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനായിട്ടേ ഇങ്ങോട്ട് നല്ല ഒഴുക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പാടാണ്. അവിടെ പാടമാണ്. എന്താണ് അത്? പാടമാണ്. പാടമൊക്കെ കുറെ ആൾക്കാരൊക്കെ ഫില്ല് ചെയ്ത്. തോടുണ്ടല്ലോ സൈഡിൽ. തോടുണ്ട്. തോടിപ്പോ ചില സ്ഥലത്ത് വീതിയുണ്ട്, ചില സ്ഥലത്ത് വീതിയില്ല. ഇത് കമ്പി കാണുന്നില്ല, ഇതിനപ്പുറത്ത് തോടാണ്. പക്ഷേ അങ്ങോട്ടേക്ക് അത് തോട് ഏതാണ് റോഡ് ഏതാണ് എന്നൊന്നും അറിയാതെയാണ്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ. ഇവിടെയൊക്കെ വീടുകളാണ്. ഇതാണൊരു ഫാം. ആ ഫാം ഇപ്പോൾ അടച്ചിരിക്കാനായിട്ട് ചെറുപ്പക്കാരാണ് നടത്തിയിരുന്നത്. അവർ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പശുക്കളെ ഇവിടെ നിന്ന് മാറ്റി. ഏകദേശം 7 പശുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവർ കുറച്ച് മുമ്പാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉള്ളവർ നമ്മളെ അറിയിച്ച വിവരം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് കഴിയില്ല, പക്ഷേ ഞങ്ങളെ ദുരിതങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. കാരണം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒരാൾ പൊക്കത്തിൽ തന്നെ വെള്ളമുണ്ട്, 1 മീറ്റർ മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ വരണ്ട, പക്ഷേ ഞങ്ങളുടെ ദുരിതം മറ്റുള്ളവരെ അറിയിക്കണം. ഈ വീട്ടിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ചേട്ടാ അല്ല, ഇവിടെ ആരുമില്ല. ഇവിടെ വീട് പൂട്ടിയിട്ടേക്കാണല്ലേ അരുൺ? എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തെ അധികം ആളുകളും മറ്റു വീടുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ഒരു ഭാഗത്ത് ഓടയാണ്, റോഡും ആ ഒരു ചാലും നിറഞ്ഞ് ഇത് ഏതാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വെള്ളം ഇപ്പോഴും ഉണ്ടല്ലേ? അതെ, വീടിനകത്തെ ദൃശ്യം കുറച്ചുകൂട്ടി കാണിച്ചു തരാമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കട്ടിലിനേക്കാൾ മുകളിലേക്ക്, കട്ടിലെടുക്കുന്നതിൻ്റെ ആ ഒരു ലെവലിലേക്ക് തന്നെ വെള്ളം എത്തിയിരുന്നു. അതിവിടെ കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയത്. വീടിനകത്ത് ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മിക്ക വീടുകളുടെയും അവസ്ഥ. ഇന്നലെ ഇതിനേക്കാൾ ഭീകരമായിരുന്നു. കാരണം 1 മീറ്ററിനേക്കാൾ ഉയരത്തിൽ വെള്ളം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തേക്ക് കയറും, നല്ല രീതിയിൽ തന്നെ കയറും. കുറച്ചുകൂടി ഇവിടെ നിന്ന് ആൾക്കാരില്ല, എല്ലാവരും ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്കും പോയിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം, ആരെങ്കിലും കാണുന്നുണ്ടോ. ഇപ്പോൾ തന്നെ മുട്ടോളം വെള്ളമുണ്ട്. മുട്ടോളം വെള്ളം ഈ റോഡിൽ കൂടെ പരന്നൊഴുകുകയാണ്. എല്ലാ വീടുകളും അടച്ചിട്ടിരിക്കുകയാണ്. ചേട്ടാ ഒന്നിങ്ങോട്ട് വരുമോ?
ഹലോ, മൊത്തം വെള്ളം കയറിയോ? ക്ലീൻ ചെയ്യുവാണോ? വരാലോ? ഇതിനകത്ത് മൊത്തം വീടിനിപ്പോൾ ആളുകൾ ക്ലീൻ ചെയ്യുകയാണ്. ഇതിനകത്ത് മുഴുവൻ വെള്ളം കയറി. രാവിലെ വന്ന് ക്ലീൻ ചെയ്യൽ പരിപാടിയാണ്. മൊത്തം ചളിയൊക്കെ കയറിയില്ലേ? മുഴുവൻ വീടുകളും ചെളി നിറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മിനിഞ്ഞാന്ന് വെള്ളം കയറി. ഇപ്പോൾ അതിൻ്റെ തുടർച്ച കാരണം ഇന്നും വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ വീട്ടുകാരുടെ ജീവിതം വളരെ ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം വീടാണ്. നേരത്തെ എത്ര വർഷം ഇവിടെ? ഞാൻ 12 വർഷത്തോളം ഇവിടെ താമസിക്കണം. നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ തന്നെ ഈ 2018 പ്രളയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. അത് വീട് വാങ്ങിയ സമയത്ത് വെള്ളം കയറുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാറുണ്ടായിരുന്നു. അല്ല, ഇവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഈ രൂപത്തിലുള്ള നമുക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ളതല്ല. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും ഒരു റോഡിൽ കൂടെ വെള്ളം വന്ന് പോകുന്നല്ലാണ്ട് വീടുകളിൽ വെള്ളം കയറുന്ന ഒരു പതിവൊന്നുമില്ല. പ്രളയത്തിന് ശേഷമാണ് ഈ ഇങ്ങനെയുള്ള ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരൊക്കെ എല്ലാവരും പുറത്ത് അവിടെ ഇവിടെയൊക്കെ മാറി താമസിക്കുകയാണ്. രാവിലെ വന്ന് ക്ലീൻ ചെയ്യാൻ. അതെ, ക്ലീൻ ചെയ്യാണ്. മഴ വരുവാണ്. അതെ, അടുത്ത മഴ വരുവാണ്. ഇപ്പോൾ ഇത് ഇന്നലെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഇന്നും ക്ലീനിങ് തന്നെ. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ജോലിക്കും പോകണ്ടേ? ജോലിക്കും പോകണ്ടാണ്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇത് 2 വർഷം മുമ്പ് ഞങ്ങൾ ഈ തുടർച്ചയായിട്ട് വെള്ളക്കെട്ടുള്ളത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് മിനിസ്റ്റർ വന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നതായിരുന്നു. 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണിത്. പിന്നെ ഇവിടുത്തെ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് 10-35 കൊല്ലം മുമ്പുള്ള സംവിധാനങ്ങൾ മാത്രമേ ഇപ്പോഴും ഇവിടെ നിലവിലുള്ളൂ. നമ്മൾ ഈ സമയത്ത് പെയ്തിരിക്കുന്ന മഴയുടെ ശതമാനക്കണക്കാണ് ഇവർ പറയുന്നത്. ആ അതെ, ആ ശതമാനത്തിനനുസരിച്ച് നമ്മുടെ സംവിധാനം കൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം. ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഇപ്പം എല്ലാവരും വീടൊക്കെ അടച്ചിട്ട് പോയിരിക്കുകയാണ്. അതെ. ഈ ക്യാമ്പിലൊക്കെ ഇവിടെ ഒരുപാട് പേര് ക്യാമ്പിലും ഒക്കെ പോയിട്ടുണ്ട്. അവർക്കൊക്കെ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ അവർ വീട് വന്ന് പിന്നെ ശുദ്ധീകരിക്കണ്ടേ? ഈ നഷ്ടങ്ങൾ ആര് കണക്കാക്കി? ഗൃഹോപകരണങ്ങൾ മുഴുവൻ പോകൂല. ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൃഹോപകരണങ്ങൾ എൻ്റെ വീട്ടിലെ അവസ്ഥേനേക്കാൾ പരിതാപകരമാണ് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ. അവിടെയൊക്കെ ഒരാൾപ്പൊക്കം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ നമ്മുടെ കണ്ണങ്കാലിൻ്റെ ഭാഗം വരെ കയറിയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് ഗതാഗത സംവിധാനമോ പുറത്തേക്ക് പോകാനോ വേറെ ഒരു കാര്യം ജോലിക്ക് പോകാനോ ഒന്നും നമുക്ക് നടക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ പെട്ടുപോകണല്ലേ. നമ്മളെ ഭരണ സംവിധാനം ഇത് അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ സംഭവം എത്രയും പെട്ടെന്ന് ഈ ജനങ്ങൾ ഇപ്പോൾ ഈ ഒരു ചുറ്റളവ് മാത്രം ഉണ്ടായിരുന്നൊരു സംവിധാനമായിരുന്നു. ഇതിപ്പോൾ ഇത് വ്യാപിച്ച് കളമശ്ശേരി മുഴുവൻ വ്യാപിച്ച രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു എത്രയും പെട്ടെന്ന് എന്താണ് ഇതിൻ്റെ തടസ്സങ്ങളെന്നും എന്താണ് കാര്യങ്ങളെന്നും പഠിച്ചിരിക്കാണ്ട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതെ. ഈ മഴ ഓരോ മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചേട്ടൻ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്നും ഇതുപോലെ മഴ പെയ്തു, ഇന്നലെ ക്ലീൻ ചെയ്തു. അത് ഇന്നലെ വൈകിട്ട് വീണ്ടും പഴയ അവസ്ഥയായി. ഇന്ന് രാവിലെ വന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇനി എന്താണ് വൈകിട്ടത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി മഴ പെയ്യുമെന്നുള്ളതാണ്, കാലവർഷം കൂടെ എത്തുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും മഴ ഉണ്ടാകും, വെള്ളം കയറാനുള്ള സാധ്യത തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് 35 വർഷം മുമ്പും ഉള്ള അവസ്ഥയെ വെച്ചിട്ടാണ് ഇവിടെ പലതും ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ അതല്ല, നിലവിലെ അവസ്ഥ വെച്ചിട്ട് എല്ലാം ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പരിഹാരം കാണണം. ആസൂത്രണത്തിലെ പിഴവ് തന്നെയാണ് ഈ വെള്ളക്കെട്ടിൻ്റെ പ്രധാന കാരണമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നത്. അങ്ങനെ ഓരോ മനുഷ്യന്മാരുടെ ദുരിതങ്ങളാണ്. പല വീടുകളിലും ആളുകളില്ല, അവരൊക്കെ ക്യാമ്പിലാണ്. ഈ ചേട്ടൻ രാവിലെ വന്നിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അവർ മറ്റുള്ള വീട്ടിലും മറ്റു കുടുംബാംഗങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്.